തറക്ക അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുകയാണ്. തെരീക്കത്തുമാ ഖൽഫഹുൽ മയ്യത്ത, മയ്യത്തിന് പിന്നിൽ നിന്ന് അവശേഷിച്ച ഈ മാല്, സമ്പത്തിനാലോ ഹക്കോ അല്ലെങ്കിൽ അവകാശത്തിനാലോ വയതഅല്ലഖു ബിഹ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹംസത്തു, അഞ്ചെണ്ണാണ്. ഹുഖൂഖുൽ മർത്തബിയ്യത്തി, നിയമാനുസൃതമായ കാര്യങ്ങൾ അഞ്ചെണ്ണാണ്. ഒന്നാമത്തേത് അൽ ഹഖ്ഖുൽ മുതഅല്ലഖു ബി ഐനിൽ തരിക്കത്തി, തരിക്കത്തിന്റെ നേരെ ബന്ധപ്പെട്ട അവകാശം. കൽ സകാത്തി മാലി മൗജൂദി, നിലവിലുള്ള സക്കാത്ത് പോലെയാണ്. വദീനി വിറഹിനി, പണയം വെച്ച കടത്തെ പോലെ. രണ്ടാമത്തേത് മൊയ്നി തഹ്ജീദ്, മയ്യത്തിന്റെ പരിപാലന ചെലവ്. മൂന്നാമത്തേതാണ് അത് ദുയൂന്, കടങ്ങളാണ്. മിനഹ, അതിൽപ്പെട്ടതാണ്, കടത്തിൽപ്പെട്ടതാണ് ദീനില്ല, അള്ളാഹുവിനോടുള്ള ബാധ്യത. സക്കാത്ത് ഫി ദിമ്മത്തിഹി, ഓന്റെ ഉത്തരവാദിത്തത്തിലുള്ള സക്കാത്ത് പോലെ. കഫാറത്തി, അതുപോലെ തന്നെ കഫാറത്തും. ഹജ്ജും. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതെ വഹുവ യഖ്ദുമു അലാ ദൈനിൽ ആദമി, മനുഷ്യന്റെ ഇടപാടുകളെ അതിന് മുന്തിക്കണം. നാലാമത്തേതാണ് അൽ വസായ വഹിയ ഇന്നമാ തുൻഫിദു മിൻ സുലുസുൽ ബാക്കി ബഅദ മാ ദക്കറ, പറയപ്പെട്ട വസിയത്തുകൾക്ക് ശേഷം ശേഷിച്ച മൂന്നിൽ ഒന്നിൽ നിന്ന് നടപ്പിലാക്കലാണ്. അഞ്ചാമത്തേത് അൽ ഇർസു ഫയുഖ്സിമുൽ ബാക്കി മിൻഹ ബഅദൽ വസായ അലാ മാ യതി, കൊണ്ടുവന്ന വസിയത്തുകൾ നടപ്പാക്കിയതിന് ശേഷം ബാക്കി അനന്തരക്കാർക്ക്, അവകാശികൾക്ക് ഫുറൂഇന്റെ അസ്ഹാബിന് ആരംഭിക്കും. വഹും അല്ലദീന ലഹും സഹാമുൽ മുഖദ്ദറ, നിശ്ചയിക്കപ്പെട്ട ഓഹരികളൊക്കെ അവർക്ക് നൽകും. സുമ്മ യഖ്തുമു ബിൽ അസ്വാതി സയതി ബയാനഹ, പിന്നെ ശേഷിക്കപ്പെട്ട ഓഹരികളൊക്കെ വിശദീകരണ ശേഷം വരുന്നു.